ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് പേർക്ക്, അതായത് ഒരു 100-ൽ 5% മാത്രം ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളാണ്. ഒരു 2 വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ഡിഫറൻസ് ആണത്. ബട്ട് ഇറ്റ് ഹാസ് എ ഹ്യൂജ് ഡിഫറൻസ്. അതെന്താ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളെല്ലാവരും ബിസ്ക്കറ്റ് വാങ്ങിക്കാറുണ്ടല്ലോ അല്ലേ? ബിസ്ക്കറ്റ് കഴിക്കുന്നവരാണ്, ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നവരാണ്, എല്ലാം ആണ് അല്ലേ? അതിൽ ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അല്ലേ? ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടമല്ലേ? ക്രീം ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അതിൻ്റെ പാക്കേജിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ക്രീം എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ്. ചില ബിസ്ക്കറ്റിന്റെ പാക്ക് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ CREAM എന്ന് കൊടുക്കും സ്പെല്ലിംഗ്. CREAM എന്നുള്ള രീതിയിലാണ് ക്രീം എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, മറ്റു ചിലതാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കൊടുക്കുന്നത് CREME. അതായത് ഈ ക്രീമിന്റെ സ്പെല്ലിംഗ് മാറുന്നതിനനുസരിച്ച് ആ പ്രൊഡക്റ്റിൽ വരുന്ന വ്യത്യാസമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് CREAM എന്നുള്ള ക്രീം എന്ന് പറയുന്നത് അത് ഡയറി പ്രൊഡക്ട്സ്, അതായത് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയ ക്രീം യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ആ ബിസ്ക്കറ്റിലുള്ള ക്രീം എന്ന് പറയുന്നത് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ആയിരിക്കും. അതിനെയാണ് CREAM എന്നുള്ള ക്രീം എന്ന് നമ്മളതിൽ കാണുന്നത്. ഇനി പകരം CREME എന്നുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മിൽക്കിൽ നിന്നായിരിക്കില്ല. പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ മറ്റ് കൈൻഡ് ഓഫ് റിഫൈൻഡ് ഓയിൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രീമായിരിക്കും അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇതുവരെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇൻഫർമേഷനാണ്, ഇതുവരെ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഇൻഫർമേഷനാണ് ഞാനിവിടെ പാസ് ചെയ്തത്. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ. താങ്ക് യു സോ മച്ച്.